നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നു. അന്നൊന്നും മിത്ര മേഡത്തിനെ പോലെ നല്ലൊരു പെണ്ണിനെ താൻ കണ്ടിട്ടേ ഇല്ലല്ലേ? ഇപ്പൊ കിട്ടിയല്ലോ വയറ് നിറച്ച്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇനിയും പുതിയ വേഷം കിട്ടും. ചിലപ്പോ കാണാനും വരും. അത് ചിലപ്പോ അവള് മഹാരോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടാവാം. എല്ലാത്തിലും കുറ്റബോധമുണ്ട്, അതിൽ നീറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാവാം. അതെ, മനസ്സലീകോ അതിന്റെ പേരിൽ അവളോട് കൂട്ടുകൂടുകയോ ചെയ്താ കൊല്ലിഞ്ഞൻ. അത്ര തന്നെ. സാർ ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട. കഴിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്? കഴിക്കൂ സാർ. എനിക്കിപ്പോ വയ്യടോ ഈ സ്പൂൺ വെച്ച് കുത്തി കുത്തി. എനിക്ക് മടിയാന്നേ. പണ്ടൊക്കെ ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ മുത്തശ്ശി കഥ പറഞ്ഞുതരും. ഞാൻ കഥ പറഞ്ഞു കഴിപ്പിക്കട്ടെ? എന്ത് കഥ? അത് ഒരു കഥ. മുത്തശ്ശി വായി തോന്നുന്ന പോലെ പറയും. ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ്. വേണ്ട വേണ്ട വേണ്ട, ഈ കഥയൊക്കെ ഇവിടെ കുറെ ഓടിയിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ മിണ്ടാതെ വാരിത്തരാം. അപ്പൊ പറ്റുമോ? വേണോ? മര്യാദക്ക് കഴിക്കേ, അല്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം കിട്ടില്ല. അതെന്താ ഞാൻ കഴിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം കിട്ടാത്തത്? കൂടെ കിടക്കുന്ന ആളല്ലേ. കൂടെ കിടക്കുന്നു? അല്ല, എന്ന് പറഞ്ഞാ ഒരു മുറിയിൽ കിടക്കുന്നു, അത്രേ ഉള്ളൂ. മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്ക്. സത്യം പറഞ്ഞാലേ ഈ കുഞ്ഞായിരിക്കുമ്പോ നല്ല സുഖല്ലേ? അടുത്തിരുന്ന് ഒരാൾ വാരിത്തന്ന് പിന്നെ ഉറങ്ങിക്കോന്ന് പറഞ്ഞു പുതപ്പൊക്കെ പുതപ്പിച്ചു തന്ന് രസമല്ലേ? രസാ. പക്ഷേ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ കുഞ്ഞാവാൻ? അപ്പൊ പിന്നെ ലോകത്തെ കുഞ്ഞുങ്ങൾ മാത്രാവില്ലേ? ഈ നമ്മൾ കാണുന്ന വലിയ വലിയ ഗൗരവക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ അവരുടെയൊക്കെ ബെഡ്റൂമിൽ കുഞ്ഞുങ്ങളാ. പിന്നെ അല്ലാതെ പിന്നെ താനെന്താ വിചാരിച്ചേ? ഒരു ഭയങ്കരനായ പോലീസ് ഓഫീസർ, അയാൾ ബെഡ്റൂമിൽ ചെന്നിട്ട് അതേ ഗൗരവത്തോടെയാണ് പെരുമാറുന്നത്. എനിക്കറിഞ്ഞൂടാ. ശരി, ഞാനൊരു ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ. ഞാൻ ബെഡ്റൂമിൽ അങ്ങനെയാണോ പെരുമാറുന്നത്? എന്തെങ്കിലും കുഴപ്പം എന്റെ ഭാഗത്ത് തനിക്കുണ്ടോ? ഡീസന്റ് അല്ലേ ഞാൻ? ഡീസന്റ്. ഇതാ കഴിക്കേ. അതെ, ഈ ഡീസന്റ് ആണെന്ന് പറഞ്ഞാൽ അത്ര തൃപ്തിയില്ലല്ലോ. എന്തെങ്കിലും അപാകത എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ ഈ കൈ ഒന്ന് ശരിയായിക്കോട്ടെ, ഇതിന് പകരം ഞാൻ തനിക്ക് വാരിത്തരും. പിന്നെ ഞാൻ അതുവരെ കാത്തിരിക്കല്ലേ? അല്ല, അപ്പൊ എന്റെ കൈ ശരിയാവണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? പിന്നെ കൈ ശരിയാവണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും താന്നിയൂരമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന അതാ. സാറിന്റെ കൈ ശരിയായാലേ എനിക്ക് പോവാലോ. സർ? ഒന്നുമില്ല.
ഇല്ലടോ, അത് എരിവ് കയറിയിട്ടായിരിക്കും. ഞാനൊന്ന് വായ കഴിട്ട് വരാം. സർ, ഞാനത് പറഞ്ഞത്. എടോ, താനത് എടുത്തു വെച്ചിട്ട് കിടന്നോ? ചിലപ്പോഴൊക്കെ അങ്ങനെയാടോ, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സങ്കടമായിരിക്കും. താനിങ്ങനെ മുറിയിൽ കയറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു തെറ്റ് പറ്റിയാതെ അഡ്മിറ്റ് ചെയ്യണം. ആ തെറ്റ് കണ്ടെത്തിയവരെ അഭിനന്ദിക്കണം. അത് രണ്ടും താനിതുവരെ ചെയ്തിട്ടില്ല. മിത്രയുടെ കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചത് സൂര്യ. അവനെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ തനിക്ക് തോന്നിയിരുന്നെങ്കിൽ, ഒരു താങ്ക്സ് പറയാൻ തനിക്ക് തോന്നിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരു മഞ്ഞുരുകുന്നത് പോലെ തീർന്നേനെ. എന്തിനാടോ ഈ ഈഗോ? നമ്മുടെ കുടുംബമല്ലേ. ഞാൻ തോറ്റിരിക്കല്ലേ, അപ്പോ നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ഉപദേശിക്കാലോ അല്ലേ? ഇതാ തന്റെ കുഴപ്പം. ഈ ലോകം മുഴുവൻ തന്നെ തോൽപ്പിക്കാൻ നിൽക്കാന്നുള്ള ആ തോന്നല്, അതാദ്യം തന്നെ മനസ്സിൽ നിന്നെടുത്തങ്ങ് കള. അപ്പൊ തന്നെ ഒരു സമാധാനം കിട്ടും.